ചിക്കൻ കറീൻ്റെ ടേസ്റ്റിൽ തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച എന്തായാലും പറയുക വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുക. എനിക്കധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അത്ര കുറച്ചിട്ടേക്കണേ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നന്നായി വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു അരയോ മുക്കാൽ കഷ്ണമോ ഉള്ളി ഇടുക. നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഉള്ളി ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിനൊരു ഇച്ചിരി ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 തക്കാളിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നന്നായി വലിയ സൈസായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എന്തായാലും അരക്കാൻ പോകുന്ന ഇതാണ്. സോ അതിന് മുന്നേ ഞാൻ പറയാൻ മറന്നുപോയി, കുറച്ച് കായപ്പൊടി ഇടുക. അതാണ് അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. കായപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ തക്കാളി ആഡ് ചെയ്യുക. സോ ഇതിൽ ഏറ്റവും ടേസ്റ്റ് തരുന്ന സാധനം കായപ്പൊടിയാണ്. സോ അതാരും മിസ് ചെയ്യരുത്. ഇപ്പോൾ പറയുമ്പോൾ ഞാൻ മിസ് ചെയ്തു. സോ നന്നായിട്ട് വഴണ്ട് അതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്ന് നന്നായിട്ട് എന്താ പറയുക പൾപ്പെല്ലാം സോഫ്റ്റായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. ഓക്കെ, അതിലൊരു തരി പോലും ഇല്ലാണ്ട് മാക്സിമം പേസ്റ്റ് ചെയ്യണം. അതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റും. കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റുക. നിങ്ങൾ എരിവിനനുസരിച്ച് പൊടികളിട്ടാൽ മതി കേട്ടോ. സോ എന്നിട്ട് നന്നായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴാണ് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരക്കുന്നത്. സോ അരച്ച് നല്ല പേസ്റ്റ് ഇതേപോലെ പേസ്റ്റ് ആവണം. അതിനുശേഷം ഒരു പാന് ചൂടാക്കി അതിലേക്ക് പിന്നെയും 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. എണ്ണ ചൂടാകുമ്പോൾ പിന്നെ ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് തരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അതിലേക്ക് ഉഴുന്നാണ് ഇടുന്നത്. ഉഴുന്നിടുക. അതൊന്ന് ഇച്ചിരി ഇങ്ങനെ വഴണ്ട് വരുമ്പം നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ജീരകവും ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഓക്കെ, അതിൻ്റെ ആ ഫ്ലേവർ മാറുന്ന വരെ വഴറ്റണം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ഇടാം. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ടായി വരുമ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പേസ്റ്റില്ലേ, ആ പേസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ എന്തായാലും പറയാം ഈ മിക്സിലേക്ക് നമ്മൾ ആ പേസ്റ്റ് ഒഴിക്കുക. എന്നിട്ട് നന്നായി തിളപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറുകി അതിൻ്റെ എണ്ണ സെപ്പറേറ്റായിട്ട് തക്കാളിയിൽ നിന്ന് വരണം. അതുവരെ അത് സിമ്മിലിട്ട് വഴറ്റിയും കൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പം അതിങ്ങനെ ഭയങ്കര തിക്കായിട്ട് വരും. പക്ഷേ അത് സാരമില്ല. പക്ഷേ അതിന് എണ്ണ സ്പ്ലിറ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി ചട്നീൻ്റെ റെസിപ്പിയാണിത്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു. കണ്ടോ, ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി വരണം. ബൈ.